പിന്നെ SOP പ്രോസസ്സുകളിലെ മെഡിക്കേഷൻ പ്രിപ്പറേഷൻ ആൻഡ് ഡിസ്പെൻസിങ് എന്നുള്ള ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എഫക്റ്റീവ് മെഡിക്കേഷന് വേണ്ടിയിട്ടും മെഡിക്കേഷൻ യൂസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സേഫ്റ്റി ഇൻഷുറൻസിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഫാർമസിയിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ പിന്നെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ് മെഡിക്കേഷൻ പ്രിപ്പറേഷനും അതേപോലെ തന്നെ ഡിസ്പെൻസിങ്ങും. അതിൽ നമുക്ക് ബില്ലിംഗ് വരാം, ഡെസ്പാച്ചിങ് വരാം. ഈ രണ്ട് ഏരിയയാണ് ഇതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. നമ്മൾ ഈ ഒരു SOP ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കേഷൻ പ്രിപ്പറേഷൻ ആൻഡ് ഡിസ്പെൻസിങ്. മെഡിക്കേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടതും അതേപോലെ തന്നെ ഡിസ്പെൻസ് ചെയ്യുന്നതുമായ ഏരിയയിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സംഗതികൾ ഇതിനുവേണ്ടി ഇത് ഉപയോഗിക്കേണ്ടത്. രണ്ട്, ലേൺ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ദ പ്രിപ്പറേഷൻ ആൻഡ് ഡിസ്പെൻസിങ്. ഇതിന്റെ പ്രിപ്പറേഷനിലും മെഡിക്കേഷൻ പ്രിപ്പറേഷനിലും ഡിസ്പെൻസിങ്ങിലും ഉണ്ടാവുന്ന സ്റ്റെപ്പുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോർ ദ സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഇപ്പോൾ പിന്നെ സുരക്ഷിതത്വത്തിന് വേണ്ടി മെഡിക്കേഷനിൽ ഉണ്ടാവുന്ന സുരക്ഷിതത്തിന് വേണ്ടിയിട്ടും ഏറ്റവും നല്ല പ്രാക്ടീസ് എളുപ്പത്തിൽ അക്യുറേറ്റ് ആയിട്ട് സംഗതികൾ ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. രണ്ട്, ഹൈലൈറ്റ് ദ റെഗുലേറ്ററി ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഈ ഒരു ചാർട്ട് നോക്കുക. ദ 10 റൈറ്റ്സ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ഒന്ന്, റൈറ്റ് മെഡിക്കേഷൻ. വെരിഫൈ ദാറ്റ് ദ മെഡിക്കേഷൻ ബീയിങ് അഡ്മിനിസ്ട്രേറ്റഡ് ഈസ് ദ റൈറ്റ് ആൻഡ് കറക്റ്റ് വൺ. കൃത്യമായ മെഡിക്കേഷൻ ആണ് എന്ന് വെരിഫൈ ചെയ്യുക. റൈറ്റ് പേഷ്യന്റ്. പോസിറ്റീവ്ലി ഐഡന്റിഫൈ ദ റൈറ്റ് പേഷ്യന്റ്. പേഷ്യന്റിനാണ് ഇത് കൊടുക്കുന്നതെന്ന് അല്ലെങ്കിൽ കൃത്യമായ പേഷ്യന്റ് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. റൈറ്റ് ഡോസ്. പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് കൃത്യമായ ഡോസേജ് തന്നെയാണോ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് കൃത്യമായി ഡബിൾ ചെക്ക് ചെയ്യുക. റൈറ്റ് റൂട്ട്. ഏത് റൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അതായത് ഓറലാണോ വെയിനിലൂടെയുള്ള ഇഞ്ചക്ഷൻസ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ റൈറ്റ് ടൈം ആൻഡ് ഫ്രീക്വൻസി. ഓരോ കഴിക്കേണ്ട സമയം അല്ലെങ്കിൽ മെഡിക്കേഷൻ എടുക്കേണ്ട സമയം, അതിന്റെ ഫ്രീക്വൻസി ഗ്യാപ്പുകൾ എത്രയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. റൈറ്റ് റെസ്പോൺസ്. മേക്ക് ഷുവർ ദാറ്റ് ദ മെഡിക്കേഷൻ ലീഡ്സ് ടു ദ ഡിസൈഡ് എഫക്ട്. കൃത്യമായ മെഡിക്കേഷൻ, ഇപ്പോൾ ഒരു പേഷ്യന്റ് പറയുന്ന അവരുടെ പ്രയാസങ്ങൾക്ക് തന്നെയുള്ള മെഡിസിൻ ആണെന്ന് ഉറപ്പുവരുത്തുക. റൈറ്റ് ഡോക്യുമെന്റേഷൻ. കൃത്യമായ ടൈമും ഡോസേജ് റൂട്ടെല്ലാം കൃത്യമായി ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. റൈറ്റ് ടു റിഫ്യൂസ്. Respect the patient's decision if they choose refuse after through the discussion about the risk and benefits. പിന്നെ പേഷ്യന്റ് പറയാണ് ഇന്ന കാര്യങ്ങൾ, അതിന്റെ അഡ്വേഴ്സ് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് ഒരു പിന്നെ റിഫ്യൂസ് ചെയ്യണം, വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന എന്താ വെച്ചാൽ ഒരു മെഡിക്കേഷൻ ഒരു 1 വീക്കിന് എഴുതി കഴിഞ്ഞാൽ 2 ദിവസത്തിന് മതി എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടാവും. എന്നാൽ നമ്മുടെ കാര്യം പറഞ്ഞു കൊടുക്കുക, ഇത് എന്തുകൊണ്ടാണ് ഈ കോഴ്സ് പൂർത്തിയാക്കണം എന്ന് പറയുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. റൈറ്റ് എഡ്യൂക്കേഷൻ. പ്രൊവൈഡ് ദ ക്ലിയർ ആൻഡ് കൺസൈസ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെഡിക്കേഷൻ ബീങ് ടേക്കൺ. റൈറ്റ് റീസൺ. കൺഫേം ദ rationale for the medication. What is the patient history? Why are they taking the medication? എന്തിനു വേണ്ടിയിട്ടാണ് അവരെടുക്കുന്നത്, മെഡിസിൻ എടുക്കുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി. 10 റൈറ്റ്സ് നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മൾ മനസ്സിലൂടെ പാസ് ചെയ്യും. ഓക്കെ. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ മെഡിക്കേഷൻ ഹാൻഡ്ലിംഗ്. എന്തൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? ഒന്ന്, പേഷ്യന്റ് സേഫ്റ്റി പറഞ്ഞു. പേഷ്യൻസിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻഷുർ എഫിഷ്യൻസി ഓഫ് മെഡിക്കേഷൻ. മരുന്ന് കുടിക്കുന്നതിലോ അല്ലെങ്കിൽ മരുന്ന് വെക്കുന്നതിലോ ഇഞ്ചക്ട് ചെയ്യുന്നതിലോ അവർക്ക് വേണ്ട എഫിഷ്യൻസി, കൃത്യമായ എഫിഷ്യൻസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. റെഡ്യൂസ് മെഡിക്കേഷൻ എറേഴ്സ് കുറക്കാൻ വേണ്ടിയിട്ട്. കമ്പൈൽസ് വിത്ത് ലീഗൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇപ്പൊ ലീഗലി നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇന്ന സംഗതികൾ ഇന്ന ത്രൂ എ മെഡിക്കേഷൻ കൊടുക്കാൻ പാടുള്ളതെന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് മാത്രമേ ഈ മെഡിക്കേഷൻ ഹാൻഡിൽ ചെയ്യാനൊക്കത്തുള്ളൂ. ദെൻ കീ ടെർമിനോളജി. കുറെ ടെർമിനോളജീസ് നമുക്കുണ്ട്. അതിലൊന്നാണ് പ്രിസ്ക്രിപ്ഷൻ. പ്രിസ്ക്രിപ്ഷൻ എന്താണ്? RX എന്നുള്ള പിന്നെ
ഡിനോമിനേഷൻ. അതുപോലെ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് മിക്സിംഗ് ഉള്ള മെഡിക്കേഷന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഡിസ്പെൻസിങ് മെഡിസിൻ കൊടുക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഹൗ ദേ ടേക്ക് ദ മെഡിസിൻ, എങ്ങനെയാണ് മെഡിസിൻ എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് അഡ്മിനിസ്ട്രേഷനിൽ പറയാം. മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് അങ്ങനെ പറയാം. സ്റ്റെപ്പ് ഇൻ ദ മെഡിക്കേഷൻ പ്രിപ്പറേഷൻ. മെഡിക്കേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെരിഫൈ ദ പ്രിസ്ക്രിപ്ഷൻ വെരിഫൈ ചെയ്യുക. അത് ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചെക്കിംഗ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ, കൃത്യമായ പേഷ്യന്റ് ഇൻഫർമേഷൻ നോക്കുക. കാൽക്കുലേറ്റ് ദ കറക്റ്റ് ഡോസേജ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഒക്കെ കൃത്യമായിട്ട് ഓരോ പ്രിസ്ക്രിപ്ഷനിലും എഴുതിയിട്ടുണ്ടാവും. പിന്നെ പ്രിപ്പയറിംഗ് ദ മെഡിക്കേഷൻ എക്സാമ്പിൾ കമ്പൗണ്ടിങ് ഇഫ് റിക്വയർഡ്. ഏതെങ്കിലും മെഡിക്കേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ പറയാ കോമ്പൗണ്ടിങ് ചെയ്യേണ്ടതുണ്ടോ, ഏതെങ്കിലും മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കുക. എൻഷുറിംഗ് ദ സ്റ്റെറിലിറ്റി ഇഫ് അപ്ലിക്കബിൾ, അതായത് എല്ലാം കൃത്യമായി സ്റ്റെറൈൽ ആണ് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. ഇത്രയും സ്റ്റെപ്പുകൾ ഈ മെഡിക്കേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡയഗ്രാം ആണ്. മെഡിക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് സെലക്ഷൻ, മെഡിസിൻ സെലക്ഷൻ, റിക്വയർമെന്റ് അത് എടുക്കുന്നത്, അത് സ്റ്റോർ ചെയ്യുന്നത്, പ്രിപ്പറേഷൻ ആൻഡ് ഡെസ്പാച്ചിങ്, പ്രിപ്പയർ ചെയ്യുന്നതും ഡെസ്പാച്ച് ചെയ്യുന്നതും, പ്രിസ്ക്രൈബിംഗ്, ഡോസിംഗ്, ട്രാൻസ്ക്രൈബിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ, എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഒരു കംപ്ലീറ്റ് എന്താ പറയാ മെഡിക്കേഷൻ പ്രിപ്പറേഷൻ എന്നുള്ളത് വരുന്നത്. സെലക്ഷൻ മുതൽ അതിന്റെ വാല്യുവേഷൻ വരെ. സ്റ്റെപ്സ് ഇൻ മെഡിക്കേഷൻ ഡിസ്പെൻസിങ്. ഡിസ്പെൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, ഡബിൾ ചെക്ക് ദ മെഡിക്കേഷൻ, ഡബിൾ ചെക്ക് ചെയ്യുക ലിസ്റ്റ്, അതേപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ ബില്ല്, പേഷ്യന്റ് നെയിം, ഇതെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ലേബലിംഗ് അക്യുറേറ്റ്ലി, കൃത്യമായിട്ട് ഓരോന്നിന്റെ മുകളിലും എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. കൗൺസിലിംഗ് ദ പേഷ്യന്റ്, യൂസേജ്, അതിന്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് പേഷ്യന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഡോക്യുമെന്റേഷൻ, ഇപ്പൊ നമുക്ക് ഷെഡ്യൂൾഡ് ഡ്രഗ്സ്, സാധാരണ എല്ലാ ബില്ലുകളും നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് കീപ്പ് ചെയ്യുന്നുണ്ട്, എങ്കിലും ഷെഡ്യൂൾഡിന് വേറെ നമുക്ക് ലോങ് ബുക്കുകളുണ്ട്. ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സ് എല്ലാം കൃത്യമായിട്ടാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തുക. ഡിസ്പെൻസിംഗ് പ്രാക്ടീസിന്റെ ചെറിയൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. റിസീവിംഗ് ദി പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കുന്നു. ഇവാലുവേറ്റ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ദി പ്രിസ്ക്രിപ്ഷൻ, കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. സെലക്ട് ചെയ്യുക, മെഡിസിൻ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യുക. ലാബിലിംഗ്, പാക്കിംഗ് ഓഫ് ദി മെഡിസിൻ, അതിൽ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം എഴുതി കൃത്യമായിട്ട് കൊടുക്കുക. ദെൻ പ്രൊവിഷൻ ഓഫ് ദി ഇൻഫർമേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ, കൃത്യമായിട്ട് പേഷ്യന്റിന് ഇൻഫർമേഷൻസ് കൊടുക്കുക, എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന്. റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ, കൃത്യമായ അതിന്റെ ബില്ലും അല്ലെങ്കിൽ ആ ബില്ലുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക. സേഫ്റ്റി മെഷേഴ്സ് ഇൻ മെഡിക്കേഷൻ പ്രിപ്പറേഷൻ. ഇതിൽ യൂസ് ഓഫ് ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ എൻവയോൺമെന്റ് ആയിരിക്കും. കൃത്യമായിട്ട് വളരെ സ്റ്റെറൈൽ ആയിട്ടുള്ള സ്ഥലമാണ് ഈ മെഡിസിൻ കീപ്പ് ചെയ്യാനും മെഡിസിൻ പ്രിപ്പയർ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഡബിൾ ചെക്ക് കാൽക്കുലേഷൻ ഡബിൾ ചെക്ക് ചെയ്യുക. ഓരോന്നിനും മെഡിക്കേഷൻ ഇത്ര എണ്ണം ഇത്ര ദിവസം എന്നൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. പ്രോപ്പർ സ്റ്റോറേജ് കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റോറേജ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചിലത് എന്താ പറയാ ലൈറ്റിൽ ഇരിക്കാൻ പറ്റാത്ത മെഡിസിൻസ് ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് ഉറപ്പുവരുത്തുക. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടാവും, അത് അങ്ങനെ തന്നെയാണ് ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നത് ഉറപ്പുവരുത്തുക. യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, മാസ്ക്, ഗ്ലൗസ്, ഇതൊക്കെ സംഗതികളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക. സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഡിസ്പെൻസിങ്. ക്രോസ് വെരിഫിക്കേഷൻ പ്രിസ്ക്രിപ്ഷനും ബില്ലും മെഡിസിനും വെച്ച് ക്രോസ് വെരിഫൈ ചെയ്യുക. അവോയ്ഡിങ് ദ ലുക്ക് ലൈക്ക് സൗണ്ട് ലൈക്ക് മെഡിക്കേഷൻ, അങ്ങനെ ഒരേപോലുള്ള പേരുള്ളതോ അല്ലെങ്കിൽ കണ്ടാൽ ഒരേപോലുള്ളതോ മെഡിക്കേഷൻ എല്ലാം ഉറപ്പുവരുത്തുക. പേഷ്യന്റ് എഡ്യൂക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ, കൃത്യമായിട്ട് പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇന്ന സംഗതികൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അവരുടെ മെഡിസിൻ തന്നെയാണെന്ന് കൃത്യമായി വെരിഫൈ ചെയ്തുകൊണ്ട് വേണം ഡിസ്പെൻസ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്.